പിന്നെ വേറൊരു കാര്യം, ഈ നോർത്തേൺ റെയിൽവേ ഇവന്മാർ നശിപ്പിച്ചെടുക്കും. അതാണ് അവസ്ഥ. സദേൺ റെയിൽവേനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സദേൺ റെയിൽവേ ബെസ്റ്റാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്ത ബാക്കിയെല്ലാം വെറും നശിപ്പിച്ചെടുക്കും ഇവന്മാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇതാണ് അവസ്ഥ. പാവങ്ങളുടെ പൈസയ്ക്കും പോയി. വണ്ടി ചെറുതായിട്ട് നിർത്തിയപ്പോൾ ബാക്കിൽ പോയി ഇവർ നോക്കി, പൈസ കൊടുത്ത ടീമുകൾ പോയി നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചതിക്കപ്പെട്ടു എന്ന്. ഇന്നലെ അതിസംഭവ വികാസമാണ് നടന്നത് ഇന്നലെ രാത്രി. വെൽക്കം ടു ലീഫ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നമ്മൾ എങ്ങടാ പോണേ? കാശ്മീർക്ക് പോവാണ്. അപ്പോൾ 2 ദിവസത്തെ ട്രെയിൻ ട്രാവലൊക്കെയും കഷ്ടപ്പെട്ട് തീർത്ത് 2 ദിവസം എന്ന് പറയുന്നത് 3 ദിവസമായിട്ടോ. ഒടുക്കത്തെ ലേറ്റ്, 7 മണിക്കൂറൊക്കെ ലേറ്റായി. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അമീറും രാജീവൊക്കെ നമ്മളെ കൊണ്ടാക്കി. നമ്മൾ ഇപ്പോൾ ഡൽഹിയിലെത്തി. ഞാൻ അതുവരെ ട്രെയിൻ കാഴ്ച കാണിക്കാത്തതും വേറെ ഒന്നുമില്ല, ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇനി കാശ്മീർ വീഡിയോസാണ് വരുന്നത്. പൊളിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് കാശ്മീർ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, ഇവിടെ നമ്മുടെ മെഹനു ഉണ്ട്. മെഹനു പുതിയ വിൻ്റർ ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുത്തബ് മിനാറും ഡൽഹി ചെറിയതായിട്ടൊന്ന് കാണിച്ചു. ഞങ്ങൾ ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം. നമ്മൾ രാവിലെ വന്ന് താമസിച്ച ഹോട്ടലാണ്. രാവിലെ വന്നു, ഇപ്പം ചെക്കൗട്ട് ചെയ്യാൻ പോകണു. നമ്മൾ രാത്രി കയറാനുള്ള പരിപാടിയാണ്. ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ പോകാൻ പറ്റാന്ന്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നൈറ്റ് 9 മണിയായി. നമ്മൾ പഹാഡ്ഗഞ്ച് സൈഡിലാണ് റൂം എടുത്തത്. കാരണം ഡൽഹിയിലെ ഏറ്റവും ചീപ്പായിട്ട് റൂം കിട്ടുന്ന പഹാഡ്ഗഞ്ച് സൈഡിലാണ്. പഴയതിനേക്കാളും നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ടുണ്ട്. നല്ല രീതിയിൽ വൃത്തിയുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫാമിലീസും കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. കുറേ ലേഡീസിന് ഇപ്പോൾ പുറത്തേക്കും കാണുന്നുണ്ട്. പഴയ പോലത്തെ അവസ്ഥയൊന്നുമല്ല, എല്ലാം മാറിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹോട്ടൽസ് എല്ലാം ഭയങ്കര സേഫാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഭയങ്കര സൗണ്ട് പൊല്യൂഷനാണ്. ഭയങ്കര ഫോഗാണ്. എന്തോ പറയാ, ഇത്രയും സമയത്ത് 9 മണി ആയപ്പോഴേക്കും ഇത്രയും തണുപ്പ്. ഒരു 6 മണി ആവണ്ട, അതിനൊക്കെ മുമ്പ് തന്നെ ഇരുട്ടാവും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഡൽഹി ഇപ്പം. ഡിസംബർ മാസം ഒരു ചെറിയ പണി കിട്ടി. വേറെ ഒന്നല്ല, ടിക്കറ്റ്സ് ഒന്നുമില്ല. സെക്കൻഡ് ക്ലാസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടൊന്നല്ല, ഇന്നലെ തന്നെ ഞാൻ കൺഫേം ടിക്കറ്റ് എല്ലാം കിട്ടിയതാണ്. 12 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അതുകൊണ്ട് കാരണം കൊണ്ടാണ് എനിക്ക് ആ ട്രെയിൻ മിസ്സായേ. നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു. ഇനി പുതിയ പ്ലാനും കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അതേ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം. അപ്പോൾ അതേ നമ്മുടെ മാഗി ഇങ്ങനെ വന്നു. എനിക്ക് കേരളത്തിൽ ഉണ്ടാക്കുന്ന മാഗി ഇഷ്ടമല്ല. അതിൻ്റെ കാരണം ഇന്ന് രാവിലെ മെഹനുവിനെ മനസ്സിലായി. മെഹനുവിന് ഞാൻ ഒരു മാഗി വാങ്ങിച്ചു കൊടുത്ത പിന്നെ മെഹനിപ്പോൾ എപ്പോഴും മാഗിയാണ് കഴിക്കണേ. എപ്പോഴും മാഗി കഴിച്ച പണിയാട്ടോ, പണി വാളും. മെഹനിപ്പോൾ 2ാമത്തെ മാഗിയാണ് കഴിക്കുന്നത്. എൻ്റെ മെഹനിപ്പോൾ ഒരു ഓഫർ പറഞ്ഞത് എന്താണ്? ഓഫറോ? വീട്ടിലെത്തിയിട്ട് ഞാൻ ഇതുപോലത്തെ മാഗി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഉണ്ടാക്കി തരാതാണ് പറഞ്ഞത്. ഇതുപോലത്തെ മാഗി എനിക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. എന്ത് ടേസ്റ്റാ? ഇതിനൊക്കെ ടേസ്റ്റ് രാവിലെ കഴിച്ചത് രക്ഷയില്ല. ചീസൊക്കെ ഇട്ട് അതൊക്കെയും കാണിക്കാം. നമ്മളൊരു വ്ളോഗിൽ അത് കാണിച്ചിരിക്കും. മെഹനു ഇഷ്ടപ്പെട്ട മാഗി നൂഡിൽസ്. പിന്നെ വേറൊരു ന്യൂസ് അറിയാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ മസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുക, അത് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വെക്കുന്നത് കേരളത്തിലാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലല്ലേ, അതിലും 25 കേരളത്തിൽ 25 സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് സർവേ എടുത്തേക്കുന്ന ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും സൂപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് അത് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ചാലക്കുടിക്കും കൂട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ട്രാവൽ ചെയ്യണതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ മെഹനുവിന് ഇത് കൃത്യമായിട്ട് മനസ്സിലായി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ്. ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണോ എന്ന് മെഹനുവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. മെഹനു നല്ല സുഖമുള്ള ഏർപ്പാടാണോ? പറ. അല്ല, സീരിയസ് ആയിട്ട് പറ. ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം മോനെല്ലാം ബാഗും ക്യാരി ചെയ്യണം. അതല്ല, അത് വേറെ ഒന്നും കൊണ്ടൊന്നല്ല. നമ്മള് ഞാൻ ബാഗ് ക്യാരി ചെയ്യാൻ വേണ്ടി വെറുതെ മെഹനുവിനെ കഷ്ടപ്പെടുത്തുന്നതാണ്. ഈ പുള്ളി കുറെ നേരം എന്നെ വീഡിയോയിൽ എടുക്കുന്നു പറയണ. ഞാൻ എടുക്കുന്നില്ല. ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്നുമല്ല ലഗേജ് മെഹനുവിന് കൊടുക്കാതെ, വെറുതെ ക്യാരി എനിക്ക് തന്നെ ക്യാരി ചെയ്യാമെന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് മെഹനു ഈ ബാഗ് പിടിക്കും. പക്ഷെ എനിക്കിത് പിടിക്കുന്നതാണ് ഏറ്റവും സുഖം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പോവാം. ഞാൻ ഇത് പിടിക്കുന്നുണ്ട്.
എല്ലാം എടുത്തു, ഗ്ലൗസ് ഒക്കെ എടുത്തു. അങ്ങനെ ജമ്മു താവിയിലേക്കുള്ള ഒരു ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വേറെ ഏതൊരു സ്ഥലത്തൊക്കെയാട്ടോ ഇരിക്കുന്നത്. വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു TTR എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു. TT ആണോ എന്ന് അറിയില്ല, നോർത്ത് ഇന്ത്യയാണ്, ഫേക്കുള്ള പ്രൊഫസറാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറെ ആൾക്കാരുണ്ട്. ഈ ബോഗിയുടെ ഉള്ളിൽ ശബ്ദം കേൾക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇത് 2000 അവൻ മാനിച്ചിട്ട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഈ ഡോറ് തുറന്ന് വണ്ടി എടുത്തപ്പോ എടുത്ത് ചാടി. അവൻ പിറകിലുണ്ടെന്നാണ് പറയുന്നേ. സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നമ്മള് ഭാഗ്യത്തിന് പൈസ കൊടുത്തില്ല. 2000 എന്ന് പറഞ്ഞപ്പോ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ചാടിപ്പോയി. നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ ഫ്രോഡ് തന്നെയാണ്. കാരണം ഞാൻ 2-3 കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമൻ്റെ ID കാർഡിൽ ഇന്ത്യൻ റെയിൽവേന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുത്തെ 2-3 പൈസ അങ്ങോട്ട് പോയി. പിന്നെ വേറൊരു കാര്യം, ഈ നോർത്തേൺ റെയിൽവേ ഇവന്മാർ നശിപ്പിച്ചെടുക്കും. അതാണ് അവസ്ഥ. സദേൺ റെയിൽവേനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സദേൺ റെയിൽവേ ബെസ്റ്റാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്ത ബാക്കിയെല്ലാം വെറും നശിപ്പിച്ചെടുക്കും ഇങ്ങനെ പോവാണെങ്കിൽ. ഇതാണ് അവസ്ഥ. പാവങ്ങളുടെ പൈസയ്ക്കും പോയി. വണ്ടി ചെറുതായിട്ട് നിർത്തിയപ്പോൾ ബാക്കിൽ പോയി ഇവർ നോക്കി, പൈസ കൊടുത്ത ടീമുകൾ പോയി നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചതിക്കപ്പെട്ടു എന്ന്. ഇന്നലെ അതിസംഭവ വികാസമാണ് നടന്നത്. ഇന്നലെ രാത്രി നമ്മൾ അതേ ട്രെയിനിൽ തന്നെ സ്ലീപ്പറിലാണ്. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിലാണ്. കാരണം സ്ലീപ്പറിൽ ഒരു ഒഴിവും കാര്യങ്ങളില്ല. അങ്ങനെ ഒരാളുടെ സീറ്റ് ഒഴിഞ്ഞു തന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കിടന്നു. ഞാനും മെഹനും കൂടി ആ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. ഇപ്പം രാവിലെ ഞങ്ങളിപ്പോൾ വേറെ ബർത്തിലേക്ക് കയറി വന്നേക്കാണ്. ഇതാണ് അവസ്ഥ. തണുപ്പ് എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പാണ്. ഈ കാനഡയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഫിൻലാൻഡ്, കാനഡയിൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേ എത്ര മോശമുള്ള റെയിൽവേ എടുത്ത് പറയണം. ഈ ട്രെയിന് ജാമ്പാൻ്റെ കാലത്തുള്ളതാണെന്ന് തോന്നുന്നു. പഴയ സെറ്റപ്പ്, പഴയ ബാത്റൂമൊക്കെ അട്ടർലി വേസ്റ്റ്. ഈ സ്ത്രീകൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ എന്ത് സുരക്ഷിതമാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇതുപോലെ മിനിസ്റ്റേഴ്സ് വല്ലതും കാണണ്ട. അതിൻ്റെ ഒരു ഉത്തരം എന്താ റെയിൽവേ മിനിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ. മോളിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായിട്ട് മെഹൻ ഇപ്പോഴും മുകളിലാണ്. നമ്മൾ പത്താംകോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ജമ്മു താവിയാണ്. സിമ്മെല്ലാം കട്ടായിട്ട് 10-കോട്ട് കഴിഞ്ഞ് സിമ്മ് കട്ടാവും. പുറത്ത് കാണുമ്പോൾ തന്നെ മിലിറ്ററി ഏരിയ ആണ് മൊത്തത്തിൽ. ഞാൻ കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ ജമ്മു താവി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്ര നേരം ഞങ്ങൾക്ക് കമ്പനി തന്ന ആളാണ് നാംബോൽ Shubham from Delhi. Prakash, welcome. Manish. It was nice to meeting you, buddy. Nice to Amit, Haryana se. Haryana. അപ്പൊ ഇങ്ങനെ കുറെ പേര് പരിചയം. ഇതാണ് ഒരു യാത്രയിൽ കുറെ പേര് പരിചയപ്പെട്ട അവരുടെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്ന പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇറങ്ങല്ലോ മാനു. ഇതാണ് ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അധികം തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഉദ്ദേശിച്ച തണുപ്പൊന്നുമില്ല. ഉച്ചയ്ക്ക് അതുകൊണ്ടായിരിക്കും തണുപ്പ് കുറവ്. പക്ഷെ വായിൽ നിന്ന് ചെറുതായിട്ടൊക്കെ പുക വരുന്നുണ്ട്. മിലിറ്ററി വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഫുൾ മിലിറ്ററി കാര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. പട്ടാളക്കാരെല്ലാവരും ഫുൾ അലേർട്ടായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സിം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പോസ്റ്റ് പെയ്ഡ് ആക്കണം. പ്രീപെയ്ഡിൽ നിന്ന് പോസ്റ്റ് പെയ്ഡ് ആക്കണം. ഇത് വാൾനട്ട് അല്ലേ ഭയ്യ വാൾനട്ട് കിത്തന റുപ്യ ചെയ്ത 300 rupees. 1 കിലോ. അപ്പോൾ ഒരു തിരുത്തുണ്ട്. ഈ സിം എന്ന് പറയുന്നത് പ്രീപെയ്ഡ് സിമ്മാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം വർക്ക് ചെയ്യണം പ്രീപെയ്ഡ് സിമ്മാണെന്ന് പറയണേ. നമ്മൾ പറ്റിക്കാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇട്ടൊക്കെ അറിയാം, പറ്റിക്കപ്പെട്ടില്ലെന്ന്. സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തു ഒന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുള്ളൂ. രാത്രി കയറിയതാ. ബസ്സെറ്റാണെങ്കിൽ വയ്യ. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്. നമ്മൾ കഴിച്ചത് ഈ കടയിൽ നിന്നാണ് കേട്ടോ. ഇത് ഫേമസ് കടയാണെന്ന് തോന്നുന്നു. കാരണം വ്ളോഗിലൊക്കെ കാണുന്നുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ മദ്യം വിൽക്കണണ്ട. എന്ത് സ്റ്റാൻഡേർഡായിട്ട് വിൽക്കണേ. കേരളത്തിൽ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതിയായിരുന്നു. ഒന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തേക്കാണ്. ഇതൊരു മന്ദിരമാണ്. മന്ദിറിൻ്റെ അവിടെയാണ് സ്റ്റേ. ഒരു 8ാമത്തെ റൂമിലാണ്. ഇവിടെ വില കുറവാണ്. എന്നിട്ട് ഇവിടുന്ന് നാളെ വെളുപ്പിന് പോകാനുള്ള പരിപാടിയാണ് ഞാൻ നമ്മുടെ കാശ്മീരിലേക്ക്. കാരണം ഇന്ന് യാത്ര ചെയ്ത് ഒരുവിധം ഇതായിരിക്കുകയാണ്, ഹയ്യാതെയായിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ മന്ദിർ. അവിടെ താമസിക്കാമെന്നുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് കാര്യങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് പട്ടാളക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നാളെ പോകേണ്ട കാര്യങ്ങളെല്ലാം നോക്കണം. അതിൻ്റെ തൊട്ടടുത്താണ് ടാക്സിയും കാര്യങ്ങളും. ഇതെല്ലാം നോക്കണം. ഇവിടെയാണ് മെയിൻ മാർക്കറ്റ്. ഇതൊക്കെ ഒരു മെയിൻ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാം
സ്നാഷറി ഐറ്റംസ് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ കുറേ ബൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പട്ടാളക്കാരുടെ. ആ സാധനങ്ങളെല്ലാം കിട്ടും. ആപ്പിൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചീപ്പ് റേറ്റ് ആണ് തോന്നുന്നു. പിന്നെ ഏറ്റവും വില കുറവ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ആപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം റേറ്റ്. ആപ്പിൾ കിത്ര 8 റുപ്പി 50. ആ ചെറുതിന് 50, ആ വലുതിന് 80 പറയണേ. അതിന് നമ്മുടെ അവിടെ എത്രയാ 100 സംതിങ് ആണ്. 100-200 ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ കടകളുണ്ട് കേട്ടോ. നമുക്ക് പട്ടാളക്കാരുടെ സാധനങ്ങളെല്ലാം കിട്ടും. പട്ടാളക്കാരുടെ സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എത്ര റേറ്റും കാര്യങ്ങളാണ് വരണേന്ന്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം. നേരത്തെ കയറിയ പട്ടാള കടയില്ലേ, ആ കടയിൽ ആ കൂടി 1800 രൂപയുള്ളതാണ് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളെല്ലാം. അത് വില പൈസ കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. ഇവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കട ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റും കുറവായിരിക്കും. ആ അതെ 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 ജോണി Yes, Papa. ഈറ്റിംഗ് ഷുഗർ No, Papa. ടെല്ലിംഗ് ലൈഫ്. Ha ha ha. എന്ത് രസമാണെന്നറിയോ കാണാൻ. മെഹനു എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ്? നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ സ്നോ വീണ് തുടങ്ങിയിട്ടുള്ളൂ. മുകളിലൊക്കെ നല്ല രീതിയിൽ സ്നോ ഉണ്ട്.